10-ാം നൂറ്റാണ്ടിലെ ബൊൾഗോണ യൂണിവേഴ്സിറ്റി, 12-ാം നൂറ്റാണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, 13-ാം നൂറ്റാണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നിവയ്ക്കെല്ലാം 700 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നളന്ദ പോലുള്ളൊരു അന്താരാഷ്ട്ര സ്ഥാപനം നിലനിന്നിരുന്നു എന്നത് അത്ഭുതമാണ്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കീഴിൽ കുമാരഗുപ്തനാണ് 5-ാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാല സ്ഥാപിക്കുന്നത്. പുരാതന രാജ്യമായ മഗധയിൽ, അതായത് ഇന്നത്തെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല 5-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത്. ഇന്ന് രാജ്ഗിർ എന്ന് അറിയപ്പെടുന്ന പഴയ രാജഗൃഹത്തിനും ഇന്നത്തെ പാറ്റ്നയ്ക്കും, അതായത് പഴയ പാടലിപുത്ര സമീപത്താണ് നളന്ദ സ്ഥിതി ചെയ്യുന്നത്. വെറും ഒരു സർവകലാശാലയ്ക്കപ്പുറം വിശാലമായ ഭൗതിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായി അറിയപ്പെടുന്ന ഇവിടെ ചൈന, കൊറിയ, ജപ്പാൻ, ടിബറ്റ്, മംഗോളിയ, ശ്രീലങ്ക, തെക്കൻ ഏഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തിയിരുന്നു. അതിവിപുലമായ ഗ്രന്ഥശേഖരം നളന്ദ സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ പലതും അപൂർവ ഗ്രന്ഥങ്ങളായിരുന്നു എന്നതും അതിന്റെ മൂല്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു. 9 നിലകളിലായിരുന്നു ഈ ഗ്രന്ഥശേഖരം. വൈദ്യശാസ്ത്രം, ആയുർവേദം, ബുദ്ധമതം, ഗണിതശാസ്ത്രം, വ്യാകരണം, ജ്യോതിശാസ്ത്രം, ഇന്ത്യൻ തത്വശാസ്ത്രം എന്നിവയെല്ലാം നളന്ദയിൽ അക്കാലത്ത് പഠിപ്പിച്ചിരുന്നു. AD 8-9 നൂറ്റാണ്ടുകളിൽ പാലാ രാജവംശത്തിന്റെ കീഴിൽ ഈ സർവകലാശാല ഉന്നതിയിലെത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുകയും ചെയ്തിരുന്നു. ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ തുടക്കക്കാരനും പൂജ്യത്തിന്റെ ഉപജ്ഞാതാവുമായ ആര്യഭട്ട CE 6-ാം നൂറ്റാണ്ടിൽ നളന്ദയിലെ അധ്യാപകന്മാരിൽ ഒരാളായിരുന്നു. മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIT, IIM പോലെ കഠിനമായിരുന്നു നളന്ദയിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനം നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് കടുകട്ടിയാർന്ന അഭിമുഖങ്ങൾ നേരിടേണ്ടിയിരുന്നു. ഇങ്ങനെ പ്രവേശനം നേടിയവർ ധർമ്മപാല, ശിലഭദ്ര തുടങ്ങിയ ആദരണീയരായ ബുദ്ധമത ആചാര്യന്മാരുടെ ശിക്ഷണത്തിലാണ് പഠനം തുടർന്നത്. ധർമ്മകുച്ച് അഥവാ സത്യത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന സർവകലാശാലയുടെ ലൈബ്രറിയിൽ കൈകൾ കൊണ്ടെഴുതിയ 90 ലക്ഷം താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ബുദ്ധമത വിജ്ഞാനം സംബന്ധിച്ചുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശേഖരമായി ഇത് കണക്കാക്കപ്പെടുന്നു. അന്നത്തെ പ്രശസ്ത ലോകയാത്രക്കാരുടെ യാത്രാക്കുറിപ്പിൽ സർവകലാശാലയെക്കുറിച്ചും അതിലെ ഗ്രന്ഥശാലയെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. 100ഓളം പ്രഭാഷണശാലകൾ ഇവിടെ സജ്ജീകരിച്ചിരുന്നു. 12 വർഷം നീണ്ടു നിൽക്കുന്ന പഠനം പൂർണ്ണമായും സൗജന്യമായിരുന്നു. സർവകലാശാലയുടെ ഉന്നമനത്തിന് സഹായവുമായി 100ഓളം ഗ്രാമങ്ങൾ സർവസന്നാഹത്തോടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. 10 കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്നിരുന്ന സർവകലാശാലയിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നളന്ദയിൽ പഠിപ്പിച്ചിരുന്ന പ്രധാന കരിക്കുലം വൈദ്യശാസ്ത്ര പഠനമായിരുന്നു. ഇതിനു പുറമെ നിരവധി കോഴ്സുകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. 1500-ലധികം അധ്യാപകരും ഉണ്ടായിരുന്നു. ജ്യോതിശാസ്ത്ര വീക്ഷണത്തിനും പ്രവർത്തനത്തിനുമായി 9 നിലകളുള്ള കെട്ടിടവും ഉണ്ടായിരുന്നു. എന്നാൽ 9-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കഥകൾ മാറിമറിഞ്ഞു തുടങ്ങി. ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നെടുംതൂണായ നളന്ദ പലരുടെയും കണ്ണിലെ കരടായി മാറി. 1190-കളിൽ തുർക്കോ അഫ്ഗാൻ സൈനിക ജനറലായിരുന്ന ബക്തിയാർ ഖിൽജിയുടെ ആക്രമണത്തിൽ ഈ സ്ഥാപനം അഗ്നിക്കിരയായി. ബുദ്ധമത ജ്ഞാനത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ താളിയോല ഗ്രന്ഥങ്ങൾ നശിപ്പിച്ച ആ തീ 3 മാസത്തോളം ആളിക്കത്തിയെന്ന് പറയപ്പെടുന്നു. സർവസന്നാഹത്തോടെയുള്ള ഖിൽജിയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. 1000-കണക്കിന് വരുന്ന ഗ്രന്ഥശേഖരം അഗ്നിഗോളങ്ങൾ വിഴുങ്ങി. ഇന്ത്യയുടെ ആത്മാവിനേറ്റ തീരാമുറിവായി നളന്ദ മാറി. പിന്നീട് 100 വർഷത്തോളം നളന്ദ നിലനിന്നെങ്കിലും ആ പഴയ ഖ്യാതി തിരിച്ചുപിടിക്കാനായില്ല. പതിയെ നളന്ദ ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാ അർത്ഥത്തിലും അനാഥമാക്കപ്പെട്ടു. ഈ അഗ്നിബാധയെ അതിജീവിച്ച് ചില കയ്യെഴുത്തു പ്രതികൾ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ കൗണ്ടി മ്യൂസിയം ഓഫ് ആർട്ടിലും ടിബറ്റിലെ യാർലുങ് മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആരും കടന്നു ചെല്ലാത്ത നൂറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ട് കിടന്ന സർവകലാശാലയെ
19-ാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഖനനം ചെയ്ത് വീണ്ടെടുക്കുന്നത്. ലോകത്തിലെ തന്നെ ഖനനം ചെയ്തെടുത്ത ഏറ്റവും വലിയ സർവകലാശാലയെന്നാണ് ഇതിനെ പറയുന്നത്. പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞുപോയ സർവകലാശാലയ്ക്ക് വലിയൊരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു. എന്നാലും 90% വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. 2009 ജനുവരി 9 മുതൽ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക ലിസ്റ്റിൽ നളന്ദയുണ്ടായിരുന്നു. പിന്നീട് 2016 നളന്ദ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇത്ര വലിയൊരു യൂണിവേഴ്സിറ്റി നമുക്ക് ഏതാണ്ട് 4th സെഞ്ച്വറി AD മുതൽ തുടങ്ങുന്ന ഒരു വലിയ BC മുതൽ തുടങ്ങുന്ന അന്നൊരു ചെറിയൊരു പാഠശാലയായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷമാണ് അതൊരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുകയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാറുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ചൈന, ജപ്പാൻ, പിന്നെ കൊറിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ മലേഷ്യ, ഇന്തോനേഷ്യ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. 3 വലിയ ലൈബ്രറികളുണ്ടായിരുന്നു. രത്നഗഞ്ച, രത്നോദരി, രത്നസാഗര, ഈ 3 വലിയ ലൈബ്രറികൾ. ഇദ്ദേഹം 16,000 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഹ്യുയാങ്സാങ് ഇവിടെ പഠിക്കാൻ വന്നത്. 16,000 കിലോമീറ്റർ താണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പഠിക്കാൻ വന്നത്. പഠിച്ച് പോയതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറുമായിരുന്നു. 761 മാനുസ്ക്രിപ്റ്റ് കൊണ്ടാണ് ഇദ്ദേഹം 20 കഴുതകളുടെ പുറത്ത്, കുതിരകളുടെ പുറത്ത് 761 മാനുസ്ക്രിപ്റ്റുമായിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോകുന്നത്. അതേപോലെ ഇറ്റ്സിംഗ് എന്ന് പറഞ്ഞാൽ യിജിങ് എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. അദ്ദേഹം 400 മാനുസ്ക്രിപ്റ്റ്സുമായിട്ടാണ് പോകുന്നത്. ഈ മാനുസ്ക്രിപ്റ്റുകളൊക്കെ പിന്നീട് ചൈനയിൽ അത് സംരക്ഷിക്കപ്പെട്ടു. അത് പലതും വിവർത്തനം ചെയ്തു, അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അത് ചൈനയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായി. ഇത് ബക്തിയാർ ഖിൽജി എന്ന് പറഞ്ഞ ആളാണ് ഈ യൂണിവേഴ്സിറ്റി മുഴുവനും ചുട്ടുകരിച്ചത്. ഇതൊരു വലിയ നാശമായി. അതോടുകൂടി ഇന്ത്യയുടെ നമ്മുടെ സാംസ്കാരിക പൈതൃകം മാത്രമല്ല, വിജ്ഞാന ഭണ്ഡാരം മുഴുവനും തകർന്ന് തരിപ്പണമായിപ്പോയി. ഇനി പുതിയ നളന്ദ. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് 2006 നളന്ദ സർവകലാശാല പുനഃസ്ഥാപിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. തുടർന്ന് 2010 നളന്ദ സർവകലാശാല ബിൽ പാസാക്കിയതോടെ ഇതിന് ജീവൻ വയ്ക്കുകയും 2014 രാജ്ഗിറിൽ പുതിയ ഒരു താൽക്കാലിക സൗകര്യത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി 2016 രാജ്ഗിറിലെ പിൻഗി ഗ്രാമത്തിൽ ക്യാമ്പസിന് തറക്കല്ലിടൽ ചടങ്ങിൽ നടത്തി. അങ്ങനെ 2017 പുതിയ ക്യാമ്പസിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 40 ക്ലാസ് മുറികൾക്കുള്ള 2 ബ്ലോക്കുകളാണ് ഇവിടെയുള്ളത്. 1900 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. 2 ഓഡിറ്റോറിയങ്ങളാണ് ഇവിടെയുള്ളത്. രണ്ടിനും കൂടി 300-ലധികം പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. 550 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫാക്കൽറ്റി അംഗങ്ങൾക്കായി 197 അക്കാഡമിക് ഹൗസ് യൂണിറ്റുകളും പണിയെഴുപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സ് കോംപ്ലക്സ്, മെഡിക്കൽ സെൻറ്റർ, കൊമേഴ്ഷ്യൽ സെൻറ്റർ, ഫാക്കൽറ്റി ക്ലബ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ഇതിനു പുറമെ 3 ലക്ഷം പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള ശേഷിയുള്ള ലൈബ്രറി സെപ്റ്റംബറോടെ തയ്യാറാകും. ബുദ്ധമത പഠനം, ചരിത്ര പഠനം, പരിസ്ഥിതി ശാസ്ത്രം, സുസ്ഥിര വികസനം, ഭാഷകൾ, സാഹിത്യം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയാണ് പുതിയ നളന്ദ സർവകലാശാലയിലെ പാഠ്യവിഷയങ്ങൾ. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, ഡോക്ടർ ഗവേഷണ കോഴ്സുകൾ, ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയെല്ലാം സർവകലാശാല വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു.